എന്താ ചിരി അല്ലെ? ഇത്രയും സുന്ദരമായ ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു സാധാരണ ചിരിയല്ല. അത് ജീവിതത്തിന്റെ വേദനകളെയും ശരീരത്തിന്റെ ക്ഷീണത്തെയൊക്കെ തോൽപ്പിച്ച ഒരു നിഷ്കളങ്കമായ ആത്മവിശ്വാസത്തിന്റെ ചിരിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറ്റാരോ എഴുതിയ തിരക്കഥയിലൊരു നായകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാവുന്നത് അതല്ല. ഞാൻ മറ്റാരോ എഴുതിയ കഥയിലെ ഒരു കഥാപാത്രമല്ല, ഞാൻ തന്നെയാണ് എൻ്റെ കഥയിലെ നായകൻ എന്നാ അല്ലേ നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാണ്. ആ നായകൻ തോൽവിക്ക് മുന്നിൽ ചിരിച്ച മനുഷ്യൻ, അതാണ് ശ്രീനിവാസൻ. മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ അർത്ഥം മാറ്റിയ മനുഷ്യൻ. ഒരു തമാശ പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാറില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മെ ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നത് ഇദ്ദേഹം മാത്രമാണ് അല്ലെ? ചിരിയിലൂടെ ചിന്തിപ്പിച്ചു. അതാണ് ശ്രീനിവാസന്റെ കല. ചിന്താവിഷ്ടയ, ശ്യാമള, വടക്ക് നോക്കി യന്ത്രം, ഇവയെല്ലാം സിനിമകളാന്ന് പറയാൻ പറ്റും നമുക്ക് അല്ലെ? ജീവിതത്തിന്റെ പാഠങ്ങളല്ലേ, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഓരോ സിനിമയും ഒരു കണ്ണാടിയാണ് അല്ലെ? ഓരോ കഥാപാത്രവും ഒരു മനുഷ്യാവസ്ഥയെ ചിത്രീകരിക്കുന്നതാണ്. ശരീരം ദുർബലമായിട്ട് പോലും അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നിട്ടില്ല. ഒരു കാലത്ത് ആയിരങ്ങളെ ചിരിപ്പിച്ച മനുഷ്യന് രോഗത്തിൽ അതിൻ്റെ പരീക്ഷണത്തിലാണ്. പക്ഷേ അതിൻ്റെ വേദന ഒരു സാധാരണ മനുഷ്യനെ പൊളിച്ച് കളയുമായിരിക്കും. പക്ഷേ ഇത് ശ്രീനിവാസനെ തൊടാൻ അസുഖത്തിന് കഴിയില്ല. അദ്ദേഹം ഇപ്പോൾ നടക്കുന്നതൊക്കെ മന്ദഗതിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്ത ഇപ്പോഴും ഉജ്ജ്വലമാണ്. മുഖത്ത് ഇപ്പോഴും ആ മന്ദഹാസം, മനസ്സിൽ ഇപ്പോഴും അറ്റമില്ലാത്ത ചൈതന്യം. തോറ്റിട്ടില്ല, തോറ്റുകിടക്കാൻ തയ്യാറുമല്ല. അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ മലയാളികളുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ട്. ഞാനിപ്പോഴും തോറ്റിട്ടില്ല, തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, ജീവിതത്തിൽ വിജയിക്കുന്നവരൊരിക്കലും വിജയിച്ചവരല്ല, ഒരിക്കലും തോറ്റുകൊടുക്കാത്തവരാണ് വിജയിക്കുക. കാരണം ശരീരം ചിലപ്പോൾ മന്ദഗതിയിലാവാം, പക്ഷെ ചിന്ത ഒരിക്കലും അങ്ങനെ ആവരുത്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മോട് പറയുന്ന ഇതാണ്, പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്, പക്ഷേ അതിനോട് നമ്മൾ തളരേണ്ട ആവശ്യമില്ല. രോഗം ഒരുപക്ഷെ ശരീരത്തിലുണ്ടാകും, പക്ഷേ ആ ഒരു നിഷ്ക്രിയത മനസ്സിലുണ്ടാവരുത്. ജീവിതം എന്ത് തരുമ്പോഴും അതിന് നമ്മൾ എന്ത് മറുപടി കൊടുക്കുന്നു, അതാണ് യഥാർത്ഥ വിജയം. ശ്രീനിവാസന്റെ ചിരി നമ്മളോട് ചോദിക്കുന്നത്, ജീവിതം എത്രയും കഠിനമാകട്ടെ, നിങ്ങൾ എപ്പോഴും ചിരിക്കാൻ തയ്യാറാണോ? ആ ചിരിയാണ് ഏറ്റവും വലിയ ധൈര്യം. അതാണ് ജീവിതത്തിന്റെ അർത്ഥം. അദ്ദേഹം നമ്മുടെ ഹൃദയത്തിലെ അഭിനേതാവായി മാത്രമല്ല, ഒരു ആത്മപ്രചോദനമായി എന്ന് പറയേണ്ടി വരും. ജീവിതം എന്ന് പറഞ്ഞ ഒരു വേദിയാണ്. അതിൽ കഥാപാത്രങ്ങൾ മാറാം, പക്ഷെ നമ്മുടെ നർമ്മം ഒരിക്കലും മരിക്കരുത് എന്നാണ് അദ്ദേഹം പറയണത് അല്ലേ? നമ്മുടെ ശ്രീനിയേട്ടൻ്റെ ഈ ചിരി ഉണ്ടല്ലോ, കളങ്കമായ ചിരി, അതിന് വെറും ഒരു ചിരിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അത് നമ്മളുടെ പ്രതീക്ഷയുടെ ശബ്ദമാണ്. അത് ഏത് പ്രതിസന്ധിയിലും നമുക്ക് ചിരിക്കാൻ കഴിയും. ജീവിതത്തിൽ കൂടുതൽ കരുത്തുറ്റ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് ആ ചിരി അല്ലേ?